ഹേയ് സിനിമൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കാന്താര ചാപ്റ്റർ 1 കണ്ടിരിക്കുകയാണ്. സിനിമയെ പറ്റി പറയുകയാണ്. സിനിമ വളരെ സൂപ്പറാണ്. നിങ്ങൾ തിയേറ്ററിൽ നിന്ന് മിസ്സാക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര മിസ്സിങ് തന്നെ ആയിരിക്കും. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. ഗംഭീര വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ വിഷ്വലി ട്രീറ്റ് ആണ്. നമ്മുടെ തുടക്കം മുതൽ അവസാനം വരെ ടുവേർഡ്സ് ക്ലൈമാക്സ് ഒക്കെ പിന്നെ പറയണ്ട. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ സിനിമാറ്റോഗ്രഫി ആയാലും വിഷ്വൽസ് ആയാലും ഒക്കെ ഗംഭീരമാണ്. VFX ആയാലും മ്യൂസിക് ആയാലും എല്ലാം. കാന്താര 1ഉം 2ഉം വെച്ച് നോക്കുമ്പോൾ ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ കാന്താര 1 ഒരു ക്ലാസിക് സാധനമാണ്. പക്ഷെ കാന്താര 2 ഒരു അതിനപ്പുറം നിൽക്കേണ്ട ക്യാൻവാസ് വലുതാണ്. എങ്കിലും കാന്താര 1 എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ്. ഫുൾ എല്ലാവരും പറയണത് ലാസ്റ്റ് 30 minutes എന്നാണ്. പക്ഷെ എനിക്ക് ഫുൾ ഒരു സിനിമ മൊത്തം ഇഷ്ടപ്പെട്ടാണ് ആ സിനിമ. 1 ഒരു ക്ലാസിക് സാധനം, 2 ആണെങ്കിൽ അതിനും മേളിൽ നിൽക്കണ ഒരു മാസ് എന്റർടൈൻമെന്റ്, മാസ് അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ, മൊത്തം സ്പിരിച്വൽ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഋഷഭ് ഷെട്ടിയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കണത്. ഋഷഭ് ഷെട്ടി ഡയറക്ഷനും അഭിനയം ഒക്കെ കലക്കിയുണ്ട്. നമ്മുടെ കാന്താരക്ക് ഓൾറെഡി നാഷണൽ അവാർഡ് കിട്ടിയതാണ് ഋഷഭ് ഷെട്ടിക്ക്. ഇതിനും കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. പിന്നെ ബാക്കിയുള്ളവരാണ് ജയറാമിനെ എടുത്തു വരേണ്ടതാണ്. കാരണം കുറച്ച് ഒരു 5ഓളം സിനിമ ചെയ്തായിരുന്നു. ഒക്കെ കൊള്ളില്ലാത്ത റോള് തന്നെയായിരുന്നു ജയറാമിന്റെ വിദേശ സിനിമകളിലൊക്കെ. അപ്പം ഇവിടെ ഒതുമ്പോൾ അതെന്തായാലും നല്ലതാണ്. കലക്കേണ്ട കിടിലൻ റോള് തന്നെയാണ് കിട്ടിയിരിക്കണം. അപ്പം ഇതുപോലത്തെ റോള് ജയറാം എടുക്കുകയാണെങ്കിൽ നല്ല കിടിലായിരിക്കും. പിന്നെ നമ്മുടെ രുക്മിണി വാസന്ത് സിനിമയുടെ നായികയാണ്. പുള്ളിക്കാരത്തി ഭയങ്കര കിടുവാണ്. പിന്നെ പുള്ളിക്കാരത്തിന്റെ റോള് കനകാവതി എന്നാണ് റോളിന്റെ പേര്. പിന്നെ നിങ്ങളെല്ലാവരും ട്രെയിലറിൽ കണ്ടിട്ടുണ്ടാവും ഒരു ഭരിക്കാൻ അറിയാത്ത ഒരു രാജാവിനെ പോലെ ഒരാള്. അപ്പൊ പുള്ളി ഗുൽഷൻ ദേവ്, കറക്റ്റ് അങ്ങനെയാണ് വായിക്കണേന്ന് തോന്നുന്നു. പുള്ളി ചെയ്തിരിക്കുന്ന കുലശേഖര എന്നുള്ള റോള് നല്ല കിടന്ന റോളായിരുന്നു. ആ രാജാവിന്റെ, അതായത് ഭരണം അറിയിപ്പോ നമ്മുടെ പഴയ കഥകളിലൊക്കെ ഉള്ളത്, അതായത് ഭരിക്കാനൊന്നും അറിയില്ല, ചുമ്മാ വെറുതെ മദ്യം അങ്ങനെയൊക്കെ കുടിച്ച് നടക്കുക, അങ്ങനത്തെ ഉള്ള ഒരു രാജാവ് പുള്ളി കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓംബാല ഫിലിംസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കണത്. അപ്പൊ പിന്നെ കഥയാണെങ്കിലും സ്ക്രിപ്റ്റ് ആണെങ്കിലും പഴയ ഒരു, അതായത് എങ്ങനെയാണ് ഇപ്പൊ രാജാവ് കാലത്ത് എങ്ങനെ നടക്കണം, അതായത് ചതി അങ്ങനെ സംഭവങ്ങളൊക്കെയാണ് സ്ക്രിപ്റ്റ് പൊതുവെ അങ്ങനെയുള്ളത്. പിന്നെ ഡയലോഗ് ഡെലിവറി നല്ല രസമുണ്ട്. ഫസ്റ്റ് ഹാഫില് പൊതുവെ ഒരു കോമഡി, ഈ സിനിമയില് റൊമാൻസ് വരണ്ട്, പിന്നെ അതുപോലെ കോമഡി വരണ്ട്, പിന്നെ ത്രില്ലിങ്, സ്പിരിച്വൽ, അങ്ങനെ മൊത്തത്തിലൊരു കമ്പൈൻ ആയിട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ തിയേറ്ററിൽ എന്തായാലും പോയി കാണാം. ഗംഭീര ഹിൽ ട്രീറ്റ് ആണ്. പിന്നെ ഫസ്റ്റ് ഹാഫില് കോമഡി ആ ഒരു രീതിയിലാണ് നമ്മുടെ കാന്താരയിൽ കണ്ട പോലെ ഒരു കോമഡി ട്രാക്കൊക്കെ പിടിച്ചിട്ടുള്ളത്. സെക്കൻഡിലേക്ക് എത്തും, സെക്കൻഡ് ഹാഫ് പിന്നെ ഇന്റർവൽ ബ്ലോക്കിന്റെ അവിടെ എത്തുമ്പോഴൊക്കെയുള്ള കിടിലം. പിന്നെ ഒരു പുലിയുടെ VFX ഒക്കെ ആണെങ്കിൽ ഒട്ടും പറയണ്ട, പുലിയുടെ ഗംഭീര വിഷ്വൽസ് ഉണ്ട്. പിന്നെ അങ്ങനെ മൊത്തം കാന്താരയില്, പിന്നെ കാന്താര ചാപ്റ്റർ 2 ഉണ്ട്. അതായത് കാന്താര ഇപ്പൊ ചാപ്റ്റർ 1 ആണല്ലോ, ഇതിന്റെ തന്നെ പാർട്ട് 2ഉം വരുന്നുണ്ട്. അപ്പൊ എന്തായാലും അതിനു വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഇത്രയുള്ള റിവ്യൂ. അപ്പൊ ഇതുപോലത്തെ റിവ്യൂസും ഒക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, കൂടെ സപ്പോർട്ട് ചെയ്യാം.